ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച കേസിൽ ED അന്വേഷണം നേരിടുന്ന ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസ് സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ്. അടുത്ത വർഷത്തെ ഓണം വാരാഘോഷ പരിപാടിയിൽ സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് കെ ജയന്ത് MLA. പാട്ടുകൂട്ടത്തിന്റെ ഫോക്ലോർ ദിനാചരണം ശ്രദ്ധേയമായ പരിപാടികളോടെ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലാതല ഓണാഘോഷത്തിന് തുടക്കമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിയായി വർണ്ണശബളമായിരുന്നു ഘോഷയാത്ര. വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPCയും ചേർന്ന് ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ജില്ലാതല ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് നഗരത്തിൽ വിളംബര ജാഥ നടന്നത്. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച് ബീച്ചിലെ മെയിൻ സ്റ്റേജ് വരെയായിരുന്നു വിളംബര ജാഥ. അഡ്വക്കേറ്റ് കെ ജയന്ത് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് നമ്മൾ ജനകീയമായ പങ്കാളിത്തത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ നഗരത്തിൻ്റെ സാംസ്കാരിക തലത്തിൽ നേതൃത്വം നൽകുന്ന ഈ നഗരത്തിൻ്റെ നേരവകാശികളായ മുഴുവൻ പേരും ഈ ടൂറിസ്റ്റ് വാരാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാവും പകലും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ, ഡെപ്യൂട്ടി കളക്ടർമാരായ വി സുബിൻ, സുബേർ, ജനപ്രതിനിധികൾ, സംഘാടക സമിതി ഭാരവാഹികൾ, സർക്കാർ ജീവനക്കാർ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ, ഹരിത കർമ്മസേന, കലാ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി. വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെയായിരുന്നു വിളംബര ജാഥ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച കേസിൽ ED അന്വേഷണം നേരിടുന്ന ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഫറൂഖ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നാരോപിച്ചാണ് ഫറൂഖ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. നാട് മുഴുവൻ പറയുന്നേ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ആ സ്ഥാപനത്തിന് പന്തീരക്കാവിൽ ഒരു ഓഫീസ് ഉണ്ടായി. ആ സ്ഥാപനം എടുത്തത് റിയാസിന്റെ സുഹൃത്തിന്റെ പേരിലാണ്. ആ സ്ഥാപനം ഒരു ലൈസൻസിന് കൊടുത്തു. കാലങ്ങളായി ഒളവണ്ണ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM-കാരാണ്. ആ CPM-കാർ ആ ലൈസൻസ് റിജക്ട് ചെയ്തു. എന്താ കാരണം? അതിന് വേണ്ട കടലാസൊന്നും ഉണ്ടായിരുന്നില്ല.
10 കൊല്ലമായി അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല. അടിച്ചു മാറാൻ പോലും ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. എന്നാൽ അവിടെ നടന്നത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ്. അതുപോലെയാണ് ബാംഗ്ലൂരിൽ എക്സലോജിക്കൽ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയത്. ആ എക്സലോജിക്കലിന്റെ നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ കർത്തയുടെ കമ്പനിയിൽ നിന്ന് പോലും മാസപ്പടി കിട്ടിയത് വരുമ്പോക്ക് നമ്മുടെ പ്രിയപ്പെട്ട MLA ഭാര്യയ്ക്ക് 2ാം ഭാര്യക്കാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. DCC ജനറൽ സെക്രട്ടറിമാരായ A. ഷിയാലി, ഫറോക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തസ്വീർ ഹസൻ, V. മുഹമ്മദ് ഹസൻ, V. സതീദേവി, പ്രദീപ് പനേങ്ങൽ, വാളക്കട ബാബു തുടങ്ങിയവരും സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. അടുത്ത വർഷത്തെ ഓണം വാരാഘോഷ പരിപാടികളിൽ സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് K. ജയന്ത് MLA. കാലിക്കറ്റ് ബീച്ച് കൂട്ടായ്മയുടെ ഓണാഘോഷം ഓണപ്പൂക്കളം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. വലിയ പൂക്കളം തീർത്തും മധുരം പങ്കിട്ടും പ്രഭാത നടത്തക്കാരുടെ കൂട്ടായ്മയിൽ ബീച്ചിൽ ഓണം ആഘോഷിച്ചു. കാലിക്കറ്റ് ബീച്ച് കൂട്ടായ്മയുടെ ഓണപ്പൂക്കളം എന്ന പേരിൽ നടന്ന പരിപാടി K. ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. വരും വർഷങ്ങളിൽ ഇത് വളരെ വിപുലമായി ഓണം എന്നുള്ളത് പൂക്കളം കൂടിയാണല്ലോ. മാത്രമല്ല നമ്മൾ ഒത്തുചേർന്ന് ഇതൊരു വല്ലാത്ത വൈബാണ്. കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു പൂക്കളം പിരിയുമെന്ന് മനസ്സിലാക്കിയത്. ഈ ബീച്ചിൽ ഇതുപോലെ പൂക്കളം ഒരുക്കുവാൻ നിങ്ങൾ കാണിച്ച മനസ്സിൽ പറ്റി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ നന്മകളും ഈ കൂട്ടായ്മക്ക് നേരുന്നു. കൂട്ടായ്മ പ്രസിഡന്റ് പാലക്കണ്ടി മൊയ്തീൻ കോയ അധ്യക്ഷനായി. സെക്രട്ടറി മുജീബ് കെൻസ, NC അബ്ദുള്ള കോയ, KV ഇസ്ഹാഖ്, ട്രഷറർ K. മനോഹർ, VK ജയലക്ഷ്മി, ഹുസൈൻ പരപ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓണക്കോടി സമ്മാനിച്ചു. പായസ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സുരക്ഷിതമായ സാമ്പത്തിക ഭാവിക്ക് വിശ്വസ്തയുടെ കൂട്ട്. കൈകോർക്കാം നേട്ടങ്ങളുടെ നെറുകയിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഹകരണ സൊസൈറ്റി പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ മണ്ണിലേക്ക് വീണ്ടും ആവേശപൂരമൊരുക്കി ദി ഗ്രേറ്റ് ബോംബെ സർക്കസ് എത്തുന്നു. ഓഗസ്റ്റ് 14 മുതൽ നിങ്ങളുടെ സ്വന്തം കോഴിക്കോട്. ദിവസവും 3 ഷോകൾ. ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 5 മണി, രാത്രി 7:30. സ്ഥലം കോഴിക്കോട് ബീച്ച്, ടാഗോർ ഹാളിന്റെ പിറകുവശം. കുടുംബത്തോടൊപ്പം ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ കടപ്പുറത്തേക്ക് പോന്നോളൂ. ഈ വിസ്മയ അനുഭവങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ടെക്നോളജിയുടെ പുതിയ മുഖവുമായി മൈജി ഫ്യൂച്ചർ ഇനി മുതൽ നമ്മുടെ മുഖത്തും. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളുടെ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസും ആക്സസറീസും ഇനി ഒരുമിച്ച് ഒരിടത്ത്. എവിടെ നിന്ന് വാങ്ങിയാലും ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് ഉറപ്പ് നൽകുന്ന മൈജി കെയർ. ഗാഡ്ജറ്റ്സുകൾക്ക് പരിരക്ഷയുടെ കവചമൊരുക്കി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ. ബ്രാൻഡ് വാറന്റിക്ക് പുറമെ മൈജി നൽകുന്നു മൈജി എക്സ്ട്രാ വാറന്റി. ആഗ്രഹങ്ങൾ അതിവേഗം സാധ്യമാക്കാൻ മൈജി സുപ്രിയമായി. പഴയതെല്ലാം പുതിയതാക്കാൻ മൈജി എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ. മൈജി ഫ്യൂച്ചർ, കമ്പളവൻ ബിൽഡിംഗ്,
മുക്കംപാലത്തിന് സമീപം മുക്കം. പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സുരക്ഷിതമായ സാമ്പത്തിക ഭാവിക്ക് വിശ്വസ്തതയുടെ കൂട്ട്. കൈകോർക്കാം നേട്ടങ്ങളുടെ നെറുകയിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഹകരണ സൊസൈറ്റി പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്തകൾ തുടരുന്നു. പാട്ടുകൂട്ടത്തിന്റെ ഫോക്ലോർ ദിനാചരണം ശ്രദ്ധേയമായി. നാടൻ പാട്ട് ശില്പശാല, നാട്ടറിവ് പ്രശ്നോത്തരി, ആദരം, വാമൊഴി താളം എന്നിവയോടെയാണ് ദിനാചരണം നടന്നത്. പാട്ടുകൂട്ടം കോഴിക്കോടിന്റെ 27ാം വാർഷികാഘോഷവും ലോക ഫോക്ലോർ ദിനാചരണവും വേറിട്ട പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. കോഴിക്കോട് ഇസ്ലാമിക് യൂത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി നരവംശ ശാസ്ത്ര ഗവേഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ മധു നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആർ ജയന്തകുമാർ, കവി ബിജു വി രാഘവ്, കലാസംഘാടകൻ MS മെഹബൂബ് എന്നിവർ സംസാരിച്ചു. കലാമേഖലകളിൽ സ്തുത്യർഹ സേവനം ചെയ്തുവരുന്ന ജയകൃഷ്ണൻ വേങ്ങേരി, ബഷീർ പുറക്കാട്, മണികണ്ഠൻ തവനൂർ, അഡ്വക്കേറ്റ് രമേശ് ഡി വെൺമയത്ത്, സജീവൻ അരങ്ങ്, പ്രശാന്ത് മങ്ങാട്ട്, UT ശ്രീധരൻ, ഷൈനി പ്രകാശ് ആവള, സിതാര ചെറുവണ്ണൂർ എന്നിവരെ ഫോക്ലോർ ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിച്ചു. നാടൻപാട്ട് ശില്പശാലയ്ക്ക് ശില്പശാല ഡയറക്ടറും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ കോട്ടക്കൽ ഭാസ്കരൻ, നൌഷാദ് കല്ലാച്ചി, രാജേഷ് മുജുകുന്ന്, ചന്ദ്രിക VM, ഷാഫി വാഴയൂർ, അനിൽ കൊളത്തറ, ദീപ ബാബു, സദു ആവള, ഷിബിന സിദ്ധാർത്ഥ, ശ്രീനന്ദന B സജീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സങ്കടങ്ങളുമായി എത്തുന്നവർക്ക് ആശ്വാസത്തിന്റെ തണൽ മരമാണ് കോഴിക്കോട്ടുകാരനായ പ്രവാസി വ്യവസായി ശ്രീകുമാർ കോർമത്ത. ഒരു ട്രാവൽ ഏജൻസി ജീവനക്കാരനിൽ നിന്നും വലിയ വ്യവസായിയായി മാറിയപ്പോഴും നിസ്സഹായരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയാണ് ശ്രീകുമാർ. 28 വർഷം മുൻപ് പ്രവാസ ജീവിതം ആരംഭിച്ച കാലത്ത് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കോവിഡ് കാലം മുതലാണ് ശ്രീകുമാർ കോർമത്ത എന്ന വ്യവസായി കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായത്. കോവിഡ് കാലത്ത് കുട്ടികൾക്ക് പഠിക്കാൻ മൊബൈൽ ഫോണും ടാബുകളും, ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. നിർധനർക്കുള്ള കിറ്റ് വിതരണം ഇപ്പോഴും തുടരുന്നു. കിറ്റ് വിതരണത്തിന്റെ 7ാം വാർഷികമാണ് ഈ ഓണക്കാലത്ത് നടത്തിയത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് 27 ഇന അവശ്യ വസ്തുക്കൾ ഉൾക്കൊള്ളിച്ച കിറ്റുകളാണ് നൽകുന്നത്. തുറന്നു പറഞ്ഞാൽ ഇത് കഴിഞ്ഞ 7 വർഷമായി ഞാൻ നടത്തുന്നത്. ആദ്യ വർഷങ്ങളിൽ കിട്ടിയ റെസ്പോൺസ് അല്ല ഇപ്പോൾ നമ്മളിപ്പോൾ 5,000 or 6,000 ആൾക്കാർക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ കിറ്റ് വാങ്ങിക്കാനായിട്ടുള്ള ഓർഡർ ഏതാണ്ട് 10,000-ൽ മുകളിലാണ് ലഭിക്കുന്നത്. നമുക്ക് അത്രയും ചെയ്തു തീർക്കാൻ സാധിക്കാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇത് നിർത്താതെ തുടരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ജീവകാരുണ്യ പ്രവർത്തനം മാത്രമല്ല, മികച്ചൊരു ഫുട്ബോൾ ആരാധകൻ കൂടിയാണ് ശ്രീകുമാർ കോർമത്ത്. 2022 ഖത്തർ വേൾഡ് കപ്പ് കാണാൻ ഫുട്ബോൾ ആരാധകർക്ക് അദ്ദേഹം അവസരമൊരുക്കി. സ്കൂൾ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിലും ശ്രീകുമാർ എന്നും മുൻപന്തിയിലാണ്. മാതൃഭൂമിയുമായി സഹകരിച്ച് വിവിധ സ്കൂളുകളിൽ സൗജന്യമായാണ് പത്രം എത്തിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും പ്രധാനമന്ത്രിയുടെ PM കെയർ പദ്ധതിയിലേക്കുമുള്ള ഫണ്ടുകൾ കേരളത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള ദുരന്തബാധിതർക്ക് സഹായമെത്തിക്കൽ, നിർധനരായ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള കൈത്താങ്ങ് തുടങ്ങി ശ്രീകുമാറിലൂടെ നടക്കുന്നത് വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തികളാണ്. പുതിയ തലമുറയെ കാക്കാൻ ലഹരിക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തുന്നു. കഠിനാധ്വാനം കൊണ്ട് ഇത്രയും കാലം നേടിയതൊന്നും തന്റെ സുഖസൗകര്യത്തിനായി ഉപയോഗപ്പെടുത്താൻ ഈ വ്യവസായി ഒരുക്കമല്ല. ജീവിതം കൊണ്ട് സ്വയം അടയാളപ്പെടുത്താനും മനുഷ്യ മനസ്സിൽ മായാത്ത ഓർമ്മകൾ നിലനിർത്താനുമാണ് ശ്രീകുമാർ പരിശ്രമിക്കുന്നത്. തനിക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി നല്ലത് ചെയ്തും ഇല്ലായ്മയിൽ സഹായവും സാന്ത്വനവുമേകിയും അദ്ദേഹം മറ്റുള്ളവർക്ക് സ്വയം മാതൃക തീർക്കുകയാണ്. ഇന്ത്യയിലും മസ്കറ്റിലും പടർന്നു പന്തലിച്ച ട്രാവൽ ഏജൻസിയിലൂടെ തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ശ്രീകുമാർ കോർമത്ത് മനുഷ്യ സമൂഹത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നേതാജി കൾച്ചറൽ അസോസിയേഷൻ ഇന്ത്യയും കടം കടക്കണി പീഡിതർ സംഘടനയും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് ഇൻചാർജ് S പ്രിയ ഉദ്ഘാടനം ചെയ്തു.
സഹപ്രവർത്തകരെ ചേർത്ത് പിടിച്ചും വിദ്യാർത്ഥികളെ അനുമോദിച്ചുമാണ് ഓണാഘോഷത്തിന് രാമനാട്ടുകര വൈദ്യരങ്ങാടി VP സിഗ്നേച്ചർ ഹാൾ വേദിയായത്. നേതാജി കൾച്ചറൽ അസോസിയേഷൻ ഇന്ത്യയും കടം കടക്കെണി പീഡിതർ സംഘടനയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രസിഡന്റ് ഇൻചാർജ് S. പ്രിയ ഓണപ്പാട്ട് പാടി ഉദ്ഘാടനം ചെയ്തു. നേതാജി കൾച്ചറൽ അസോസിയേഷൻ ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് PK ബാബുരാജ് അധ്യക്ഷനായി. തിരക്കഥാകൃത്ത് PR നാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജോസഫ്, കടം കടക്കെണി പീഡിതർ സംഘടന ജനറൽ സെക്രട്ടറി AP ഷാഹുൽ ഹമീദ്, സെക്രട്ടറി സുരേഷ് K. നായർ, ഹാഷിം ഷിഹാബ് തങ്ങൾ, രാമനാട്ടുകര മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് അലി കല്ലട, അഡ്വക്കേറ്റ് മനോജ് കുമാർ, വാർഡ് കൗൺസിലർ റംല നാസർ, നടൻ പ്രകാശ് പയ്യാനക്കൽ, ഡോക്ടർ അബ്ദുൽ നാസർ മെഹബൂബി, PC രാജലക്ഷ്മി, റമിയ നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ 101 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി. സംഘടനയിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 2ാം ക്ലാസ് വിദ്യാർത്ഥി ലവ്യയുടെ പ്രാർത്ഥനാഗാനം അവതരിപ്പിച്ചത് ആസ്വാദികരമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സുരക്ഷിതമായ സാമ്പത്തിക ഭാവിക്ക് വിശ്വസ്തയുടെ കൂട്ട്. കൈകോർക്കാം നേട്ടങ്ങളുടെ നെറുകയിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഹകരണ സൊസൈറ്റി പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. കോഴിക്കോടിന്റെ മണ്ണിലേക്ക് വീണ്ടും ആവേശപൂരമൊരുക്കി ദി ഗ്രേറ്റ് ബോംബെ സർക്കസ് എത്തുന്നു. ഓഗസ്റ്റ് 14 മുതൽ നിങ്ങളുടെ സ്വന്തം കോഴിക്കോട്. ദിവസവും 3 ഷോകൾ. ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 5 മണി, രാത്രി 7:30. സ്ഥലം കോഴിക്കോട് ബീച്ച്, ടാഗോർ ഹാളിന്റെ പിറകുവശം. കുടുംബത്തോടൊപ്പം ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ കടപ്പുറത്തേക്ക് പോന്നോളൂ. ഈ വിസ്മയ അനുഭവങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് സുരക്ഷിതമായ സാമ്പത്തിക ഭാവിക്ക് വിശ്വസ്തയുടെ കൂട്ട്. കൈകോർക്കാം നേട്ടങ്ങളുടെ നെറുകയിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഹകരണ സൊസൈറ്റി പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്തകൾ തുടരുന്നു. CSCO അഭയം പദ്ധതിയിൽ 29ാമത് വീടിന് തറക്കല്ലിട്ടു. നല്ലളം പാടം സ്റ്റോപ്പ് ഒരുമ റെസിഡൻസിയിൽ മത്സ്യത്തൊഴിലാളിയുടെ മകനും കുടുംബത്തിനുമായാണ് വീടൊരുങ്ങുന്നത്. മത്സ്യത്തൊഴിലാളിയുടെ മകനും ചെറുകിട ഇലക്ട്രിക് ജോലി ചെയ്യുന്ന ആളുമായ വ്യക്തിയുടെ കുടുംബത്തിനാണ് CSCO അഭയം പദ്ധതിയിലൂടെ വീടൊരുങ്ങുന്നത്. 29ാമത് വീടിനാണ് തറക്കല്ലിട്ടത്. നല്ലളം പാടം സ്റ്റോപ്പിനടുത്ത ഒരുമ റെസിഡൻസിയിലുള്ള 2 സെന്റ് ഭൂമിയിലാണ് തറക്കല്ലിട്ടത്. പ്രവാസിയും പൊതുപ്രവർത്തകനുമായ ഹാഷിം കുഞ്ഞിരമ്പലം തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. CSCO പ്രസിഡന്റ് അഡ്വക്കേറ്റ് PN റഷീദ് അലി അധ്യക്ഷനായിരുന്നു.
സിഎസ്കോ അഭയം പദ്ധതി ചെയർമാൻ CEV അബ്ദുൽ ഗഫൂർ, കൺവീനർ PM മെഹബൂബ്, ജനറൽ സെക്രട്ടറി PN വലീദ്, MSS ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ P മുഹമ്മദ് കോയ, മുൻ ചെയർമാൻ പാലക്കണ്ടി മൊയ്തീൻ കോയ, സന്നാഫ് പാലക്കണ്ടി, PVC യൂനുസ്, CPM സയ്യിദ് അഹമ്മദ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. 70ാം വാർഷികത്തിൽ 70 തറകൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാവരുടെയും ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി CPM നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ബേപ്പൂർ വില്ലേജ് ഓഫീസ് മാർച്ച് ഫറൂഖ് ഏരിയ സെക്രട്ടറി T രാധാഗോപി ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘങ്ങൾ വഴി വിതരണം ചെയ്തിരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ബാങ്കുകളിൽ പോയി വാങ്ങണമെന്ന UDF സർക്കാർ തീരുമാനത്തിനെതിരെ പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി CPM നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. ബേപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഫറൂഖ് ഏരിയ സെക്രട്ടറി T രാധാഗോപി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ആളുകളാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. നേരെ മറിച്ച് 32 ലക്ഷം സ്ത്രീകൾക്കാണ് ഗവൺമെന്റ് 1000 രൂപ തോതിൽ വീട്ടു കൊടുത്തത്. പാവപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ പ്രയാസം കണ്ടിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ നയം നടപ്പാക്കിയത്. അപ്പൊ ഈ രണ്ട് ഗവൺമെന്റ് തമ്മിലുള്ള നയങ്ങൾ നോക്ക്. ഒന്ന് സമ്പന്നയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പറയുമ്പോൾ വലിയ കാര്യം KSRTC സൗജന്യ യാത്ര. മറ്റേത് ആളുകൾ അറിയില്ലോ, ആ 1000 രൂപ ഇപ്പൊ നിർത്തലാക്കി. ഈ രീതിയിലേക്കാണ് ഈ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. 2011 മുതൽ 16 വരെ കേരളം ഭരിച്ച UDF സർക്കാർ കേരളത്തെ എല്ലാ രീതിയിലും മാറ്റി. ഏരിയ കമ്മിറ്റി അംഗം K രാജീവ് അധ്യക്ഷത വഹിച്ചു. CITU ഫറൂഖ് ഏരിയ സെക്രട്ടറി M സമീഷ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നവാസ് വാഡിയിൽ, P രഞ്ജിത് കുമാർ, ലോക്കൽ സെക്രട്ടറിമാരായ റസൽ പള്ളത്ത്, N പ്രശാന്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂർ കൃഷിഭവന്റെ ഓണസമൃദ്ധി പച്ചക്കറി ചന്തയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K രാജീവ് നിർവഹിച്ചു. ഉദ്ഘാടന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. ബേപ്പൂർ കൃഷിഭവൻ ഓണസമൃദ്ധി 2026-27 ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് K നിർവഹിച്ചു. കൃഷി ഓഫീസർ ഷമാ ബീഗം, കൗൺസിലർ PP ബീരാൻ കോയ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ രാജീവ് തിരുവച്ചിറ, രാജേഷ് അച്ചാറമ്പത്ത്, M ഷെറി, കാർത്തികേയൻ അന്നങ്ങാട്ട്, ഉണ്ണികൃഷ്ണൻ, KP ഹുസൈൻ, രാജീവൻ മാടായി എന്നിവർ പങ്കെടുത്തു. കൃഷിഭവൻ അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച കേസിൽ ED അന്വേഷണം നേരിടുന്ന ബേപ്പൂർ MLA PA മുഹമ്മദ് റിയാസ് സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ്. അടുത്ത വർഷത്തെ ഓണം വാരാഘോഷ പരിപാടിയിൽ സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് K ജയന്ത് MLA. പാട്ടുകൂട്ടത്തിന്റെ ഫോക്ലോർ ദിനാചരണം ശ്രദ്ധേയമായ പരിപാടികളോടെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.